നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൊന്നാങ്കണ്ണി ചീര വിളവെടുക്കുന്നതും അത് നടുന്നതുമാണ് ഞാൻ കാണിക്കുന്നത്. അതിനകത്ത് എന്തെല്ലാം വളങ്ങളാണ് കൂട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോയിൽ. ഇതാണ് എൻ്റെ പൊന്നാങ്കണ്ണി ചീര. അത് ഞാൻ കാണിച്ചു തരാം. അതേ നോക്കിക്കോളൂ കേട്ടോ. അതേ ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതേ ചട്ടിയിലുണ്ട്, ഗ്രോ ബാഗിലുണ്ട്. ഇതേ ബോക്സിൽ നമുക്ക് നടാതെ ഒരു ചെറിയൊരു കഷ്ണം വെച്ചതാണ്. അതിൽ നിന്നാണ് ഞാൻ തലമുടി ഇത്രയും വെച്ചിരിക്കുന്നത്. ഇത്രയും ഉണ്ട്. പെട്ടെന്ന് തന്നെ ഇത് വലുതാവും. ഇതിൻ്റെ മുന്നേ എൻ്റെ മോളാണ് ശബ്ദം തന്നിട്ടുണ്ടായത്. ഇപ്പം ഞാൻ കൃഷിയായ കാരണം ഞാനാണ് വന്നത് ഡീറ്റെയിൽസായി പറയണ കാരണം ഞാൻ ശബ്ദം തരാമെന്ന്. ഇതിപ്പോൾ ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കണതാണ് കാണിക്കുന്നത്. ഞാൻ ഗ്രോ ബാഗ് ഇങ്ങനെ നിറയ്ക്കണത് ഞാൻ കാണിച്ചു തരാം എന്തെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇതിപ്പോൾ ഒരു പാത്രം മണ്ണാണ്. ഞാൻ 10 ദിവസം മുന്നേ കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണിത് ഇടുന്നത്. ഇത് ഒരു കപ്പ് ചകിരിച്ചോറാണ് ഇടുന്നത്. ഇത് അടയുണ്ട്. ഇത് ചാണകപ്പൊടിയാണ്. ഞാൻ ഒരു കപ്പ് ചാണകപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. എന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വളർന്ന് കിട്ടുള്ളൂ. നല്ലോണം ഇത് മിക്സ് ചെയ്യണേ. എന്നാലേ നല്ല എല്ലായിടത്തേക്കും വളവും ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടി മിക്സ് ആവുള്ളൂ. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതിന് നമുക്ക് പൊന്നാങ്കണ്ണി ചീരയുടെ തലനുള്ളി വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ബോക്സിൽ നിന്നാണ് ഞാനിപ്പോൾ പൊന്നാങ്കണ്ണി ചീര തലനുള്ളി എടുക്കുന്നത്. ഇതാണ് ഞാനിപ്പോൾ അതിനകത്ത് നടാൻ പോണത്. നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ എങ്ങനെയാണെന്ന്. ഇത്രയും മതി നമുക്ക്. ഇത്രയും മതി. ഇത്രയും കൊണ്ടാണ് നടുന്നത്. എങ്ങനെയാണ് പൊന്നാങ്കണ്ണി ചീര നടണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ വെറുതെ നമുക്കിതിങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇത്രയും മതി. ഈ 4 പീസ് നട്ടാൽ മതി. ഇനി നമുക്ക് വെള്ളം കൂടി തളിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് 4 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ലോണം തന്നെ വളർന്നിട്ടുണ്ടാകും. പൊക്കം വെച്ചോറ് നമുക്കത് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഒരു പിടി ചാണകവും കൂടി അതിനകത്ത് വിതറി കൊടുത്താൽ അത്ര മാത്രം മതി വളം. ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ഇത് വലുതായി വരും. 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ ഞാനിങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടേ. അതെ നമുക്കിനി പൊന്നാങ്കണ്ണി ചീരയുടെ വിളവെടുക്കൽ നോക്കാം. അപ്പോൾ വിളവെടുക്കണത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് കാരണം ഞാനിതേ വിളവെടുക്കണത് കാണിക്കുന്നുണ്ട്. ഇത് 41 ദിവസം കഴിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പരിപ്പിട്ട് തോരൻ വെക്കാനും പരിപ്പിട്ട് ചാറ് വെക്കാനും മുട്ടയിട്ട് ചിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ പൊന്നാങ്കണ്ണി ചീര. ഒരു 2 കടയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് 10 ദിവസം കഴിഞ്ഞ് നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര വിളവെടുത്ത് കറി വെച്ച് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് കിട്ടണേ നടണേ. ഇത്ര ടേസ്റ്റിയാണ് ഈ സാധനം. ആരോഗ്യത്തിനും കൂടി നല്ലതാണ് ഇത്. പിന്നെ ഇത് വെയിലത്ത് വെച്ചാൽ നല്ല ചുമന്ന കളറായിരിക്കും. ഇതിപ്പോൾ ഞാനെല്ലാം തണലത്ത് വെച്ചിരിക്കണ കാരണം പച്ച കളറാണ്. 2 കളറായും. വെയിൽ കൊള്ളുമ്പോൾ ചുമപ്പും ആവും. തണലത്ത് വെക്കുമ്പോൾ ഇത് നല്ല പച്ച കളറുമായിരിക്കും. ഇതിപ്പോൾ എൻ്റെ അയൽവക്കത്ത് കൊടുക്കാനാണ്. ഞാൻ എനിക്ക് വേണ്ടി എടുക്കുമ്പോൾ അവർക്കും കൂടി ഞാൻ കൊടുക്കാറുണ്ട്. ഇത് ഒരു ബോക്സിൽ ഇത്രയും കിട്ടി. നോക്കിയേ. ഇത് നമുക്ക് ഒരു ദിവസത്തെ കറിക്ക് നമുക്ക് ഒരു വീട്ടിലേക്ക് 4-5 പേർക്ക് കഴിക്കാനുള്ള പൊന്നാങ്കണ്ണി ചീര ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ വലിയ ബോക്സിൽ വിളവെടുക്കാൻ ഞാൻ പോണേന്. ഇനി നമുക്കിത് വിളവെടുത്തിട്ട് എത്ര കിട്ടിയെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇതെല്ലാവരും നട്ടു നോക്കണേ. ഒരു 2 കഷ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക്
ഇഷ്ടാനുസരണം പോലെ നമുക്ക് ഈ ചീര നട്ടുപിടിപ്പിക്കാനുള്ളതേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരി ഒരു കഷ്ണം തന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു ഗ്രോ ബാഗിൽ നിറച്ച് അതൊന്ന് തലനുള്ളിൽ വെച്ച് ഇത്രയും ഗ്രോ ബാഗിലേക്ക് ഞാൻ വെച്ച് പിടിപ്പിച്ചാണ്. അതിപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ ഞാൻ അയൽവക്കത്തും കൂടി കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മളുണ്ടാക്കിയ പച്ചക്കറി, നമ്മളുണ്ടാക്കിയ ചീര എല്ലാം അയൽവക്കത്ത് കൊടുക്കുമ്പോൾ നമുക്കതൊരു സന്തോഷവും നമ്മുടെ സമയവും ഇതിനകത്ത് ഇതാകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. ഇത് ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല, ആകെ 3 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിലാണ് ഞാൻ വാർക്കയുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. ആദ്യം ഞാനൊരു 10 ഗ്രോ ബാഗ് തുടങ്ങി, പിന്നെ അത് 15ആയി, പിന്നെ അത് 20ആയി. ഇപ്പോൾ ഒരു 100 ഗ്രോ ബാഗ് ഉണ്ടാവും. എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഞാൻ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തെടുക്കാറ്. ഇത് ഞാൻ രാവിലെയും കയറും, വെള്ളമെല്ലാം ഒഴിച്ചിട്ട് പോകും. പിന്നെ വൈകുന്നേരമാണ് ഞാൻ വെയിലാറി കഴിഞ്ഞിട്ട് വളമിടാനും വല്ല കീടങ്ങൾ കളയാനും എല്ലാത്തിനും കയറുന്നതിൽ. പച്ചക്കറിയുടെ പുറകെ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ടാവും. പിന്നെ നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല, നമുക്ക് വെറുതെ ഇരിക്കാനും നേരം ഉണ്ടാവില്ല. പിന്നെ ഉച്ചക്കിലൊന്നും കയറാറില്ല, നല്ല വെയിലായ കാരണം. അടുത്ത ബാഗിൽ ഞാൻ വിളവെടുക്കാൻ പോണേ. 10 ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ വിളവെടുത്ത് കഴിയുമ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഒരു പിടി ചാണകപ്പൊടി ഇട്ട് ഒരു ഇച്ചിരി മണ്ണും കൂടി അതിനകത്ത് തൂവി കൊടുത്താൽ വെള്ളവും പിന്നെ ഡെയിലി ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും. ചെറിയൊരു ബാഗ്, ചെറിയൊരു ബോക്സിൽ നിന്നാണ് ഞാൻ ഇത്രയും വിളവെടുപ്പെടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തില്ല. ഇനി അടുത്ത് തന്നെ ഒരു 5 ദിവസം കഴിയുമ്പോൾ നല്ലോണം പൊടിച്ച് ഇത്രയും വരും. അപ്പോൾ ഒരു പിടി ചാണകവും കുറച്ച് മണ്ണും കൂടി തൂവി കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരുന്നതാണ്. ഇതിപ്പോൾ സാധാരണ ചീരയാണേ, ഇത് ചുമന്ന ചീര, അത് പച്ചച്ചീര, അത് ഇത്രയും ഞാൻ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കറിക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതിന് ഒരു കട്ട് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ മതി, ധാരാളമാണ് നമുക്ക്. ഒരു കടയും കൂടി ഞാൻ എടുക്കണ്ടേ. ഇത് മതി, ഇത്രയും മതി. നല്ല പച്ചച്ചീരയാണ് ഇത്. 4 കടയുണ്ട്. ഇത് മതി, ഒരു ശകലം പരിപ്പിട്ട് ഞങ്ങൾക്ക് തേങ്ങ അരച്ച് കറി വയ്ക്കാനായിട്ട്. 4 പേർക്ക് കഴിക്കാനുള്ള ചീര അതിനകത്തുണ്ട്. ഇലയുടെ വലിപ്പം തന്നെ കണ്ടില്ലേ? ഞാൻ അതുപോലെയാണ് പോട്ടി മിശ്രം മിക്സ് ചെയ്യുന്നത്. ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനകത്ത് ഒരു പിടി ചാണകം മാത്രമേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് തൂവി കൊടുത്തുള്ളൂ. ഇത്രയും വലിയ ചീരയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഗ്രോ ബാഗിൽ നിന്ന്. ഇത്രയും വലുതായിട്ടൊന്നും നമുക്ക് പുറത്തൊന്നും കിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ചീര നല്ല ടേസ്റ്റിയാണ്, നല്ല ഗുണമുള്ള സാധനം പറയുക. കണ്ടില്ലേ? ഇലയുടെ വലിപ്പം തന്നെ നോക്കൂ, എന്ത് വലിയ ഇലയാണ്, കണ്ടില്ലേ? ഓടിച്ചെന്നെ ഞാൻ എൻ്റെ തോട്ടം ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെ ഉണ്ടായി നിൽക്കണമെന്ന് കാണിച്ചു തരാം. ഇതേ പേരയ്ക്ക കണ്ടില്ലേ? ആദ്യം 2 പേരയ്ക്ക ഉണ്ടായി, അത് പക്ഷികൾ വന്ന് കൊത്തിപ്പോയി. അത് കാരണം ഞാൻ ഇങ്ങനെ വലയിട്ട് വെച്ചിരിക്കുന്നത്. ഇത്രയും ഉണ്ടായി നിൽക്കുന്നുണ്ട് പേരക്ക, കണ്ടില്ലേ? ഇത് പിന്നെ ഒരു ഇതിലാണ്, ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാണ് ഈ ചട്ടി, അതിൽ ഞാൻ നട്ട് വെച്ചിരിക്കുന്നതാണ്. അടുത്തത് ചെറിയൊരു പ്ലാവ് ഞാൻ വെച്ചിട്ടുണ്ട്. വെച്ച് നോക്കിയതാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേന്. പിന്നെ ചെറിയ ഓറഞ്ച് നട്ടിട്ടുണ്ട്. ഇത് ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റിയാണത്. നമുക്ക് 1-2 ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് അടിക്കാം. വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി നോക്കണേ, ചാനലിൽ കയറി. അടുത്തത് വഴുതിരിങ്ങയാണ്. ഇതൊന്നെല്ലാം ഞാൻ വിളവെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ 2ാം വർഷം ഇത് വിളവെടുക്കാറാണ്. ഇഷ്ടാനുസരണം പോലെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വഴുതിരിങ്ങ കിട്ടുന്നത്. ഇത് നമ്മുടെ പുട്ടുവെള്ളരിയാണ്. ഞാൻ ഇത് കവറിട്ട് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അത് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ കൊത്തി അത് നശിഞ്ഞു പോകും. അത് കാരണം കൊണ്ട് ഞാൻ കവറിട്ട് വെച്ചത്. ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇത് താഴ്ത്തിറങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ഇത് അതുപോലെ ക്ഷമാണ്. ഇത് ഞാൻ കവറിട്ട് വെച്ചിരിക്കുന്നതാണ്, കവർ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതെ, ഇതെല്ലാം ഞാൻ പാല് നിർത്തിയിരിക്കുന്നു. പിന്നെ എൻ്റെ മുളക് കാണിച്ചു തരാം. പച്ചമുളകാണ്. അതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2ാം വർഷം അത് പൂത്ത് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം. എല്ലാവരും പറയണത് പച്ചമുളകിൽ വിഷമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പച്ചമുളകൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, എൻ്റെ വീട്ടിലുള്ളത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം പച്ചമുളകിൻ്റെ തൈയാണെന്നുണ്ട്. ഇപ്പം ഉണ്ടായതാണ്. ഇപ്പോൾ എല്ലാം വിളവെടുത്ത് തീരാറായി. ഇനി വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഇത് പിന്നെ എൻ്റെ വഴുതിരിങ്ങയാണ്. ഇതും അതുപോലെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ 2ാം വർഷം നോക്കി പൂ ഉണ്ടാവുന്നുണ്ട്. കായ്കൾ ഇഷ്ടാനുസരണം പോലെ ഉണ്ടാവും.
ഇതാണ് ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ കുമ്പളങ്ങയുടെ വള്ളി ഈ ചോദിച്ചിട്ടുണ്ടായി ഗ്രോ ബാഗിലാണ് ആ കുമ്പളങ്ങ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നട്ട കുമ്പളങ്ങയാണ്. എനിക്കിത് കണ്ടില്ലേ, ഇത് ഇത്രയും വലിയ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഞാൻ വിഷുവിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ കുമ്പളങ്ങ കാണിക്കണം. ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ആ ഗ്രോ ബാഗിൽ നട്ട കുമ്പളങ്ങ ഏറ്റവും വലിയ കുമ്പളങ്ങയായിരുന്നു. വലിയ കുമ്പളങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രോ ബാഗിൽ നട്ടിട്ട്. ഇതാണ് നമ്മൾ ഇന്നത്തേക്ക് ഇപ്പോൾ വിളവെടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും ഞാൻ വിളവെടുത്തിട്ടുണ്ട്. ഇത് മറ്റേ പച്ചച്ചീരയാണ്. ഇത് വീട് ആവശ്യത്തിനാണ്. ഇത് എൻ്റെ അയൽവക്കത്ത് കൊടുക്കാനാണ് ഞാൻ ഇത്രയും വിളവെടുത്തിരിക്കുന്നത്. ഇതൊരു 4 ബോക്സിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും വിളവ് പൊന്നാണ് ചീര. അതേ നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്കിത് കെട്ടാം. ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്ക് ഓരോ പിടിയായിട്ട് കെട്ടി വെക്കാം. നമുക്ക് ഓരോ പിടിയായിട്ട് കെട്ടിയെടുക്കണേ. നോക്കിക്കോളത് വേണ്ട. റബ്ബർ ബാൻഡ് ഇപ്പം എൻ്റെ അയൽവക്കത്തിൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കാനാണ് ഞാനത് കെട്ടുന്നത്. ഇപ്പം ചീര കൂടുതലുള്ള കാരണം ഞാൻ അയൽവക്കത്ത് കൊടുക്കണുണ്ട്. ഇത് ഒരു കെട്ടാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് പൊന്നാങ്കണ്ണി ചീര. നമുക്കിത് 4 കെട്ട് ചീര കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും എൻ്റെ ചാനലിൽ കയറി എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് കുക്കിംഗ് വീഡിയോ ഉണ്ട്, കൃഷി വീഡിയോ ഉണ്ട്. ഇനി ഞാൻ നല്ല നല്ല വീഡിയോ ഇടുന്നതാണ്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി.